ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന ശരണ്യനെയും ശരണ്യയുടെ അമ്മേനെയും കൂടെ ഫോൺ വിളിക്കുന്നതാണ്. അങ്ങനെ ശരണ്യയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശരണ്യയുടെ അമ്മയും സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരണ്യ ചോദിച്ചു, അമ്മ ഇതെന്ത് പണിയാ കാണിച്ചത്? എന്നോട് സംസാരിച്ച് തീർന്നില്ലായിരുന്നല്ലോ, എനിക്ക് ഇനി അലീന ചേച്ചിയോട് സംസാരിക്കാനുണ്ടായിരുന്നു, അമ്മ എന്തിനാ ഫോൺ വെച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് മോളെ അലീന പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാന്ന്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ വെച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇനി എപ്പോ വിളിക്കും? ദേ അമ്മേ, കഷ്ടമുണ്ട് കേട്ടോ. അയ്യോ, ആ കൊച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുന്നതല്ലേ മോളെ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അങ്ങനെ അലീന ചേച്ചി വിളിക്കാന്ന് പറഞ്ഞോ? വിളിക്കാന്ന് പറഞ്ഞെന്നേ. അങ്ങനെ നമ്മുടെ ശരണ്യക്ക് ഭയങ്കര നിരാശ അലീന ഫോൺ വെച്ചതിന്റെ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലിയെ കാണാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മനസ്സിൽ എന്തൊക്കെയോ, എന്താ പറയാ, എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. പുള്ളിക്കാരനെ ഇങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി എടുത്തിരിക്കുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്ന് വണ്ടി നിർത്തിയിട്ട് അവിടെ റിസപ്ഷനിലൊക്കെ ചോദിച്ചിട്ട് സ്റ്റാൻലിയുടെ റൂമിലേക്ക് ബാലചന്ദ്രൻ കയറി ചെല്ലുകയാണ്. അപ്പൊ ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ കയറി ചെന്നു. ഡോറിൽ ചെന്ന് ഒന്ന് കുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി വാതിൽ തുറന്നു. വരൂ ബാലചന്ദ്രൻ, മിസ്റ്റർ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരൂ എന്നും പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്ത് അകത്തേക്ക് വിളിച്ചു വരുത്തി. നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയൊരു സെറ്റി ഉണ്ടായിരുന്നു. അവിടെ ബാലചന്ദ്രൻ ഇരുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സെറ്റിയിൽ നമ്മുടെ സ്റ്റാൻലി ഇരുന്നു. നമ്മുടെ സ്റ്റാൻലി അപ്പൊ ചോദിച്ചു, എന്തെങ്കിലും കുടിക്കാൻ വേണോ, കോഫിയോ വല്ലോ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കൊന്നും വേണ്ട. അല്ല, സ്റ്റാൻലി എപ്പോഴാ വന്നത്? അത് പിന്നെ ഞാനൊരു 10 മണിയോട് കൂടി വന്നു. കൊളുത്തുപുഴയെന്ന് രാവിലെ തിരിച്ചോ? തിരിച്ചു. എനിക്ക് തിരിച്ചു പോകേണ്ട സമയം കൂടി കിട്ടണമല്ലോ മിസ്റ്റർ ബാലചന്ദ്രൻ. അല്ല, താൻ കാണണമെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നു. ഇനി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. താനേ കൊളുത്തുപുഴ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ബോംബ് ഇട്ടിട്ട് അങ്ങ് പോയി കളഞ്ഞില്ലേ? എനിക്കൊരു മകളുണ്ടെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും. അപ്പൊ അത് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോയാ പോരല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമല്ലോ. അവളെ പ്രസവിച്ചത് വൈജയന്തി ആണെന്നും കൂടി നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാണ്ട് ഷോക്കായി പോയി. കാരണം ഞാൻ അറിയാതെ പലതും നടന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ആ പെൺകുട്ടി ഒരു അനാഥാലയത്തിലാണ് വളർന്നത് എന്നും ഇപ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലൊരു സെർവന്റ് ആണെന്നും വൈജയന്തിക്ക് ആ ഒരു കാര്യം, ആ കുട്ടി അലീന എന്ന് പറയുന്ന കുട്ടി ആരാന്നോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞത് അല്ലെ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അവള് എന്റെ വീട്ടിലെ ജോലി മതിയാക്കി പോവുകയാണെന്ന്. അത് മാത്രമല്ലല്ലോ ബാലചന്ദ്രൻ പറഞ്ഞത്, ഇതിനുള്ള തെളിവോ രേഖകളോ ഒരു പ്രൂഫും ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ അലീന നിങ്ങളുടെ വീട്ടിൽ എത്തിപ്പെട്ടതിന് ഒരു കാരണം ഉണ്ടാകണമല്ലോ. നിങ്ങൾക്ക് മാത്രം എങ്ങനെ അലീനയെ തിരിച്ചറിയാൻ സാധിച്ചു? വൈജയന്തി ഉൾപ്പെടെ മറ്റുള്ളവർക്ക് എങ്ങനെ അവളെ തിരിച്ചറിയാതെ പോയി? അതിനും കാരണം ഉണ്ടാകണമല്ലോ. അതൊക്കെ എനിക്കറിയണം. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം സ്റ്റാൻലി. അതിനു മുമ്പ് എനിക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അത് എന്നോട് സ്റ്റാൻലി പറയണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും തീർന്നില്ല കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, വൈജയന്തിയായിട്ട് പിരിയുന്ന കാലത്ത് നിങ്ങൾക്ക് കൊളുത്തുപുഴയിൽ വീടും എസ്റ്റേറ്റും ഒക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ വീട് പുനലൂരായിരുന്നല്ലോ അന്ന്. അതെ, എന്റെ വീട് പുനലൂരായിരുന്നു. ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഞാൻ ആ വീടും തോട്ടവും മേടിച്ചത്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും വൈജയന്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം തുടർന്ന സമയത്ത് അവിടെ കൊളുത്തുപുഴയിൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ലായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങൾ വിശദീകരിച്ചിരിക്കത് അതിനൊരു മറുപടി തരണം. അല്ല, ഈ പറയുന്ന പുനരൂരിൽ നിന്നും പാലായിലേക്ക് ഇപ്പൊ നിങ്ങൾ വന്ന ഏകദേശം അത്രയും ദൂരം തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? പിന്നെ എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാമുകീനെ കടത്തിക്കൊണ്ട് പോയല്ലോ വീട്ടുകാരെ ആഗ്രയിൽ നിന്ന്? അത് പാലയിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. പക്ഷെ വൈജയന്തിയുടെ കുടുംബക്കാർ പാലയിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇത്രയും ദൂരമല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് അന്വേഷിച്ചു വന്നില്ല? തന്റെ കുഞ്ഞിന്റെ അമ്മയെ
വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, അതെങ്കിലും താൻ വിചാരിക്കണമായിരുന്നല്ലോ. അപ്പം എന്തുകൊണ്ട് വൈജയന്തിയെ അന്വേഷിച്ചു വന്നില്ല എന്ന ചോദ്യമാണ് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചത്. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അന്വേഷിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞോ? പാലായിലെ കൊല്ലപ്പള്ളി വീട്ടിൽ 2 തവണ ഞാൻ പോയി. വൈജയന്തിയെ എവിടെയോ ഒളിവില് പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഏതോ ബന്ധു വീട്ടില്. ആദ്യ തവണ തിരക്കി ചെന്നപ്പം അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി അവരെന്നെ തിരിച്ചയച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും അവരെന്നെ തിരിച്ചയക്കുക ചെയ്തത്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല താങ്കൾ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് കുറെ നാള് ഹോസ്പിറ്റലിലായിരുന്നെന്ന് ഗംഗാധര മേനോൻ എന്നോട് പറഞ്ഞിരുന്നു. അത് വെറും ഒരു ആക്സിഡന്റ് അല്ല ബാലചന്ദ്രൻ, വധശ്രമം. വധശ്രമം. ബൈക്ക് ജീപ്പില് ഇടിപ്പിച്ച് എന്നെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ കൊല്ലപ്പെട്ടത് ഞാനായിരുന്നില്ല, എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഞാനോ ഗുരുതരമായ പരിക്കോട് കൂടി ഹോസ്പിറ്റലിലായി. എന്റെ കസിൻ ഫ്രണ്ടുമായി ജോർജ് ആണ് മറിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരാൻ 3 മാസം, പിന്നെ 2 മാസം ബെഡ് റെസ്റ്റ്, ആയുർവേദിക് ട്രീറ്റ്മെന്റ്. ഓഹോ, കൊലപാതക ശ്രമമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കേസ് എടുക്കായിരുന്നില്ലേ? കേസൊക്കെ എടുക്കായിരുന്നു മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് നടന്നു പോയി. അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ ഒരു മദ്യക്കുപ്പിയുണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. കുറച്ച് മദ്യം ഊറ്റി പിന്നെ കുടിക്കുവാട്ടോ ചെയ്തത്. പിന്നെ കുടിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ അതിന് അഡിക്റ്റ് ആയി പോയല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്ന് ആ മദ്യം എടുത്ത് കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റാൻലി പറയുക, അത് ബാലചന്ദ്രൻ ഒന്ന് വെച്ച് നീട്ടിയായിരുന്നു കേട്ടോ. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, നോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നിർബന്ധിച്ചൊന്നുമില്ല, മാന്യമായ മനുഷ്യനാണ് നമ്മുടെ സ്റ്റാൻലി, നിർബന്ധിച്ചില്ല. ഈ സമയത്ത് പറഞ്ഞു, അതെ പോലീസ് കേസ് ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കെതിരെ? തെളിവൊന്നുമില്ല. എന്റെ വണ്ടിയുടെ പൊടി പോലും കണ്ടു കിട്ടിയില്ല. തെളിവെല്ലാം മായ്ച്ചു കളയാനുള്ള സമയം അവർക്ക് കിട്ടിയ ജീപ്പ് പോലും കണ്ടില്ല. ഞാനും ജോർജും ആയിരുന്നു ദൃസാക്ഷിയായിട്ടുള്ളത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്റെ കസിൻ ജോർജ് പോയി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കോമയില് 3 മാസത്തിനുള്ളിൽ അവരെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു തെളിവിന്റെ ഒരു അംശം പോലും അവശേഷിച്ചിരുന്നില്ല. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല ആരാണ് ആ ആക്സിഡന്റ് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേറെ ആരുമല്ല, ശിവശങ്കര മേനോനും രാജീവ് മേനോനും. അവർക്ക് വേണ്ടതെല്ലാം ശരിയാക്കി കൊടുത്തത് കുഞ്ഞിരാമ മേനോൻ. അപ്പം അവർ നേരിട്ട് തന്നെ നടത്തിയതാണോ ഇത്, അതോ പണം കൊടുത്തോ? പണം കൊടുത്ത് ജയിച്ചു. അന്ന് ഇന്നത്തേക്കാൾ ശക്തമായിരുന്നു വാടക കൊലയാളി സംഘങ്ങള്, ഒരുപാടുണ്ടായിരുന്നു. ഓ, അപ്പം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങനെ നടപ്പാക്കി? അത് രാത്രിയിലായിരുന്നു. പുനരൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു ജീപ്പ് റോങ് സൈഡിലൂടെ പാഞ്ഞു വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ. ഹെഡ്ലൈറ്റുകൾക്ക് പുറമെ നമ്മുടെ കണ്ണ് അടഞ്ഞു പോകുന്ന 2 എക്സ്ട്രാ ലൈറ്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ പോലീസിനോട് മൊഴി കൊടുക്കുമ്പോൾ 3 മാസം കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് തെളിവുകളെല്ലാം നിസ്സാരമായിട്ട് തേച്ചു മായ്ച്ച് കളയാൻ അവർക്ക് സിമ്പിൾ അല്ലേ? പിന്നെ 23 വർഷങ്ങൾക്ക് മുമ്പ് CCTV ക്യാമറകൾ അത് വളരെ കുറവാണല്ലോ. പിന്നെ എങ്ങനെയാണ് തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുക? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം തനിക്ക് അന്വേഷണം ഒന്ന് നടത്തത്തില്ലായിരുന്നോ? ഇല്ല, ഞാൻ അതിന്റെ പുറകെ പോയില്ല, ഫലമില്ലെന്ന് ബോധ്യപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് എന്റെ അനുജൻ ആൽബി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് വൈജിയുടെ ഫോട്ടോയും കണ്ട് ഞാൻ വിവാഹം കഴിഞ്ഞതിന്റെ. അപ്പം അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സിൽ അതില് മുന്നേ ആ ഒരു ചാപ്റ്റർ ക്ലോസ്ഡ് ആയിരുന്നു, ആ ഒരു ചാപ്റ്റർ ഞാൻ ക്ലോസ് ആക്കിയിരുന്നു എന്ന്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല, ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് വീറും വാശിയും പകയും ഒക്കെ മനസ്സിൽ കാണേണ്ടതല്ലേ? താൻ ഒരു പട്ടാളക്കാരനല്ലേ, ഒരു റിവഞ്ച് വേണമെന്ന് തോന്നിയില്ലേ? അതിനൊക്കെ എന്തർത്ഥമാണുള്ളത് മിസ്റ്റർ ബാലചന്ദ്രൻ? ഞാൻ ആ ഫാമിലിക്ക് സ്വീകാര്യൻ അല്ലായിരുന്നു. 2 മതം, 2 സംസ്കാരം, അതൊക്കെ ഇപ്പൊ കുറെ മാറി. പക്ഷേ ചില കാരണവന്മാർക്ക് വാശിയും വൈരാഗ്യവും വളരെ കൂടുതലാ. അവന് കൊടുക്കില്ല ഒരു പെണ്ണിനെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കില്ല. അതുപോലെ എന്റെ അപ്പച്ചനും വാശിയും വൈരാഗ്യവും നല്ലതുപോലുള്ള ഒരാളാണ്. അങ്ങോട്ടേക്ക് എന്റെ പയ്യനെ പറഞ്ഞു വിടില്ല, അവിടെ നിന്ന് ഒരു പെണ്ണിനെ സ്വീകരിക്കില്ല എന്ന് ഒരു വാശി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കേട്ടിട്ടില്ലേ, ദുരഭിമാന കൊലകൾ ഇപ്പോഴും നടക്കുന്നില്ലേ മിസ്റ്റർ ബാലചന്ദ്രൻ? ഞാൻ റിവഞ്ച് ചെയ്യണമെങ്കിൽ സിനിമയിലെ പ്രതിനായകനെ പോലെ തോക്കും ബോംബും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ഇറങ്ങിത്തിരിക്കാനേ
എനിക്ക് എനിക്ക് തോന്നിയില്ല. ഞാൻ ആരോടൊക്കെ പ്രതികാരം ചെയ്യണം? കുഞ്ഞിരാമ മേനോൻ, 3 ആൺമക്കള്, ഒരു മകള്. പിന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ ചരട് വലിച്ചവർ എത്ര പേര് കാണും? അവരെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ പോണം. ഒരുപക്ഷെ താങ്കളും ആ ലിസ്റ്റിൽ പെട്ടു പോയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഒരു ഒറ്റ ചിരി കേട്ടോ, ഒരു പുച്ഛിച്ചൊരു ചിരി ചിരിച്ചു. പുച്ഛിച്ചൊരു ചിരി ചിരിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലിന് ഏറുകണ്ണിട്ട് നോക്കി. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അടുത്ത വർഷം ഞാനൊരു കല്യാണവും കഴിച്ചു. ചരിത്രപരമായി എന്റെ കടമകൾ ഞാൻ അങ്ങോട്ട് നിർവഹിച്ചു. പിന്നെ എന്താ വേണ്ടത്? പിന്നെ 23 വർഷങ്ങൾക്ക് ശേഷം ആരോടും എനിക്ക് പക കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ബാലചന്ദ്രൻ. അതിന്റെ ആവശ്യം എനിക്ക് എന്താണുള്ളത്? എനിക്ക് ഒരു പകയും ആരോടും ഇല്ല. മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം വേഷങ്ങൾ കെട്ടേണ്ടി വരുന്നു. മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, ഒരു ചായ പറയട്ടെ? ഡ്രിങ്ക്സ് കുടിക്കുന്നില്ല, പക്ഷെ ഒരു ചായ കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. ഇത്രയും കഥ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഒരു ചായക്ക് വേണ്ടി ഓക്കെ വെച്ചു, ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ചായ പറയാൻ വേണ്ടി അവിടെ റിസപ്ഷനിൽ അങ്ങാണ്ട് നമ്മുടെ സ്റ്റാൻലി വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഒരു ചായ വന്നു. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധനൻ വരികയാണ് കേട്ടോ. അപ്പം ഗോവർദ്ധനൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കാണ് വരുന്നത്. അലീനയുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ട്. അപ്പൊ നമ്മുടെ അലീന ഇറങ്ങി വന്നിട്ട്, ഗോവർദ്ധനങ്ങളായിരുന്നോ? ഞാൻ ഓർത്തു അച്ഛനായിരുന്നെന്ന്. അച്ഛന് കൊടുക്കാൻ ബാഗ് ഞാൻ കൊണ്ടുവന്നത്, ഇതെടുക്കാൻ അച്ഛൻ തിരിച്ചു വന്നതെന്ന് ഞാൻ ഓർത്തത്. അപ്പം ബാഗ് ഇവിടെ വെച്ചിട്ട് ബാലേട്ടൻ എവിടെ പോയി? അല്ല, ഗോവർദ്ധനങ്ങളോട് കടയിലേക്ക് ചെല്ലാനല്ലേ പറഞ്ഞത്? അല്ല, എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു. എന്നാ പിന്നെ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോളാം അലീന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവർദ്ധനൻ എന്ത് ചെയ്തു? നേരെ ബാലചന്ദ്രനെ വിളിക്കാനുണ്ട്. അപ്പം ഗോവർദ്ധനൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഗോവർദ്ധനോട് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഈ ഒരു സമയത്ത് ബാലചന്ദ്രൻ ചായ കുടിച്ചോണ്ടിരിക്കുവാണ് ആ ഹോട്ടൽ റൂമിലിരുന്ന്. അപ്പൊ നമ്മുടെ ഗോവർദ്ധന്റെ കോള് കണ്ട ഉടനെ ബാലചന്ദ്രൻ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹലോ, എന്താ ഗോവർദ്ധന എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ബാലേട്ടൻ ഇത് എവിടെയാ? ഓ അതോ, അല്ല താനിപ്പോ എവിടെയാ? ഞാന് ദേ വീട്ടിലാ ഉള്ളത്, കടപ്പാട്ടൂര്. ബാലേട്ടൻ എവിടെയാ ഉള്ളത്? ഞാന് എവിടെയാന്നൊക്കെ ഞാൻ പറയാം. ദേ അല്ല, താനെന്തിന് വീട്ടിലേക്ക് പോയത്? ബാലേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇങ്ങോട്ട് വീട്ടിലേക്കാണെന്നാ കരുതിയത്. എന്നാ പിന്നെ താന് വേഗം ഇങ്ങ് പോരെ, ഞാന് സ്ഥലം എവിടെയാണെന്ന് പറയാം. അല്ല, ബാലേട്ടന്റെ ഓഫീസ് ബാഗ് ഇവിടെ ഉണ്ട്, അതെടുക്കണോ? അതെടുത്തോ, പെട്ടെന്ന് ഇങ്ങ് പോന്നപ്പം ഞാന് മറന്നുപോയതാന്ന് പറഞ്ഞു. എന്നാ പിന്നെ താൻ പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കെന്ന് പറഞ്ഞു. പക്ഷെ എവിടെയാ സ്ഥലം എന്ന് കറക്റ്റ് പറഞ്ഞില്ല കേട്ടോ. ഓഫീസിലേക്ക് വരാൻ മാത്രമാണ് നമ്മുടെ ഗോവർദ്ധനോട് പറഞ്ഞത്. കറക്റ്റ് സ്ഥലം, പ്രോപ്പർ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നേരെ ഇനി ഗോവർദ്ധൻ എന്ത് ചെയ്യും? ഓഫീസിലേക്ക് ചെല്ലും. അപ്പൊ ഓഫീസിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കടയിലാണ്, ഒരു ക്ലയന്റ് അവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയും ചെയ്തു. അതാ പറയുന്നത്, ഒരു കള്ളം മറിക്കാൻ എത്ര കള്ളം പറഞ്ഞാലാണല്ലേ ഒന്ന് ആൾക്കാർ വിശ്വസിക്കുക. ഞാൻ കള്ളം പറഞ്ഞു തുടങ്ങിയ പിന്നെ കള്ളങ്ങളുടെ കൂമ്പാരം പറയേണ്ടി വരും. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീന ഗോവർദ്ധനോട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുവാണ് കാര്യങ്ങൾ കേട്ടോ. അച്ഛൻ എന്താ ബാഗ് എടുക്കാത്തത്? അച്ഛൻ എന്താ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധന് തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞു ഒഴിയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് ഗോവർദ്ധനും മറന്നുപോയി ബാഗ് എടുക്കാനായിട്ട്. ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കുമാണ് അലീന പറഞ്ഞത്, ഇതെന്താ അങ്കിളും ബാഗ് എടുക്കാൻ മറന്നത്? ഇന്ന് ബാഗ് പിടിക്കുക. ബാലേട്ടൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോ ഞാനും ആ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഗോവർദ്ധനെ തന്നെ ഒന്ന് നോക്കുന്നുണ്ട്. മാത്രമല്ല ഗോവർദ്ധൻ അലീനെ തന്നെ നോക്കുന്നുണ്ട്. ഇതിൽ ഈ സമയത്ത് അലീനയ്ക്ക് മനസ്സിലായി ഗോവർദ്ധൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന്. അപ്പം ഗോവർദ്ധനെ ചോദിച്ചു, എന്ത് പറ്റി ഗോവർദ്ധൻ അങ്കിൾ? ഗോവർദ്ധൻ അങ്കിൾ ഒരു ടെൻഷൻ, പെട്ടെന്ന് ഒരു വെപ്രാളം പോലെ. അത് പിന്നെ ഒന്നുമില്ലെന്നേ, ഓൾറെഡി ഞാൻ ലേറ്റ് അല്ലേ, ഒരു സ്ഥലത്ത് ലേറ്റ് ആയ പിന്നെ ബാലറ്റിന് ഭയങ്കര ദേഷ്യമായിരിക്കും മോളെ, അതുകൊണ്ടാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയ്ക്ക് മുഖം കൊടുക്കാൻ പിന്നെ ഗോവർദ്ധനൻ നിന്നില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഒന്നാമത് ഗോവർദ്ധന്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടക്കുകയാണല്ലോ. അപ്പം അതും കൂടെയൊക്കെ ആവുമ്പോഴത്തേക്കും വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയാണ് ഗോവർദ്ധന്റേത്. ഈ സമയത്ത് ഗോവർദ്ധൻ വിളിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി ചോദിച്ചു, അല്ല ഈ ഗോവർദ്ധൻ ആരാണ് നീ പറഞ്ഞു? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധൻ വേറെ ആരുമല്ല, എന്റെ മാനേജർ എന്നൊക്കെ വേണമെങ്കിൽ, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല എന്റെ പെങ്ങടെ ഭർത്താവും കൂടിയാണ്. പിന്നെ ഇപ്പം എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, അതായത് വൈജി ആരാണ്,
വൈജിയും സ്റ്റാൻലിയുമായിട്ടുള്ള ബന്ധം എന്താണ്, നിങ്ങളും ആയിട്ടുള്ള അലീനയുടെ ബന്ധം എന്താണ് എന്നൊക്കെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗോവർദ്ധനൻ മാത്രമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം സ്റ്റാൻലി ഓക്കെ എന്ന് വെച്ചു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ചോദിച്ചു, അലീനയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, അതൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. വൈജ നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അലീനയെ പ്രസവിച്ചത്. പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് കൂടി ആലോചിച്ച് നടത്തിയ ഒരു ഡെലിവറി ആണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലില് ഞാൻ അറിഞ്ഞത്. കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു പോയി എന്ന് വൈജ എന്നെ വിശ്വസിപ്പിച്ചു. പ്രസവത്തിൽ മരിച്ചു പോയെന്നോ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു പോയെന്നോ ഒക്കെ വിശ്വസിച്ചു. പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഡെലിവറി ആയതുകൊണ്ട് എല്ലാവർക്കും സംശയമൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് വൈജയ്ക്ക് സംശയം തോന്നിയില്ല. വൈജയും വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അതൊക്കെ ഏത് കാലത്തും പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് പണ്ടാണെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത എന്ത് കാര്യമുള്ളൂ എന്ന് ചോദിച്ചപ്പം താങ്കൾ പറയുന്നത് ശരിയാണ്. ഗംഗാധര മേനോനും അതുപോലെ കുഞ്ഞിരാമ മേനോനും ശിവശങ്കര മേനോനും കൂടി ചേർന്നാണ് ഈ കുഞ്ഞിനെ കടത്തിയത്. പിന്നെ ഈ കുഞ്ഞിരാമ മേനോനാണ് ഈ പറയുന്ന അലീനയെ ഒരു ഓർഫനേജിലേക്ക് മാറ്റിയത്. കൊന്നുകളഞ്ഞില്ല, കൊന്നുകളയാതെ എന്തോ ഒരു ദയ കനിവ കുഞ്ഞിനോട് കാണിച്ചു. അങ്ങനെ ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു അനാഥാലയം വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് അവിടെയാണ് അലീനയെ ഏൽപ്പിച്ചത്. പിന്നെ ഈ ബ്രിജിത്താമ്മ ഒരു മരണക്കിടക്കയിൽ കിടന്നപ്പം അവിടെയുള്ള ഓർഫനേജിലുള്ള എല്ലാവരെയും മറ്റ് ഒരിടങ്ങളിലേക്ക് മാറ്റി. പിന്നെ അലീനയെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അലീനയെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അലീന സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ആകണം. അപ്പം ബ്രിജിത്താമ്മയ്ക്ക് അറിയാലോ അലീനയുടെ സ്വന്തം വീട് കൊല്ലപ്പള്ളിയാണെന്നും അവിടെ തനിക്കൊരു അമ്മയുണ്ടെന്നും സഹോദരങ്ങളുണ്ടെന്നും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ബ്രിജിത്താമ്മയാണ് അലീനയെ പറഞ്ഞു വിട്ടത് കൊല്ലപ്പള്ളിയിലേക്ക്. പക്ഷെ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും ഇതാരും അറിയരുത് എന്ന് അവളോട് ആവശ്യപ്പെട്ടു. അവൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടന്നു. എന്നോടും പറഞ്ഞില്ല, അവൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടന്നു. പക്ഷെ ഞാൻ ഒരു ദിവസം അവളുടെ ഫോണിൽ വഴി, അതായത് അലീനയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ചെറിയ ഡൗട്ടൊക്കെ തോന്നിയിരുന്നു. അവൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കോംപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്തു വെച്ചതും. അങ്ങനെ അവളുടെ കൂട്ടുകാരി, ആ ഒരു സ്നേഹനികേതനിൽ തന്നെ താമസിച്ചൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ആ പെങ്കൊച്ച് ഒരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കുകയാണ്. ആ പെങ്കൊച്ചു വഴി ഇവള് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് കേട്ടൊരു കഥയാണിത്. ഞാൻ കേട്ട ആ ഒരു സംഭാഷണമാണ്. അതിൽ നിന്നാണ് എനിക്ക് അലീന ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലായത്. ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്, അല്ല അലീനയ്ക്ക് അറിയോ കൈതക്കൽ വീട് അവളുടെ അമ്മ വീടാണെന്ന്? അവക്ക് അറിയാന്നേ, അതാ ഞാൻ പറഞ്ഞത്. ബ്രിജിത്താമ്മ അവളെ പറഞ്ഞയച്ചത് അവളുടെ അമ്മ വീട് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവൾ ഒരിക്കലും ഇത് പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. ഞാനായിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പിന്നെ ബാലചന്ദ്രൻ വൈജയുടെ കുറച്ച് കഥകൾ പറയാണ്. വൈജയുടെയും ബാലചന്ദ്രയും ഞാൻ വൈജയുടെ പുറകെ നടന്ന കാര്യവും, അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തപ്പോൾ കുഞ്ഞിരാമമേനോൻ ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് എന്റെ കാരണം ചെവിക്കല്ല് നോക്കി അടിച്ചിട്ടുണ്ടെന്നും അന്ന് തീരുമാനിച്ചതാണ്